എവ്രിവൺ, വെൽക്കം ബാക്ക്. എൻ്റെ ഇടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ഇൻട്രോ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എടുക്കുന്നതാട്ടോ, എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇൻട്രോ എടുക്കുന്നതാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പെരുന്നാൾ കൂടാൻ വേണ്ടി പോയിട്ടുള്ളൊരു വിശേഷമായിട്ടാട്ടോ ഒന്ന് വന്നേക്കുന്നത്. പെരുന്നാളെന്ന് പറയുമ്പോൾ എന്താ പറയുക, നല്ലൊരു ആഘോഷമാണല്ലേ. പക്ഷെ അവിടെ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന്നത്. നമ്മുടെ പള്ളിയിലെ പരിപാടികളും കാറ്റീസും കഴിഞ്ഞിട്ടൊക്കെ ആട്ടോ നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പള്ളിയിലെ പെരുന്നാളും പരിപാടികളൊക്കെ കഴിഞ്ഞത്. കുഞ്ഞൊരു പള്ളിയാട്ടോ. സ്ഥലത്തിൻ്റെ പേര് പാണ്ടുപാറ എന്ന് പറയൂ കേട്ടോ. നമ്മുടെ അതിരപ്പള്ളിക്കൊക്കെ പോവില്ലേ, ആ ഒരു റൂട്ടാട്ടോ. കാടിൻ്റെ നടുക്കെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താ പറയുക, അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആനയൊക്കെ വരും കേട്ടോ. ഇപ്പോൾ കടുവയുടെയൊക്കെ ശല്യം കാരണം അവിടെ എന്ന് പറയുമ്പോൾ പശുക്കളെയൊക്കെ അഴിച്ച് തീറ്റിക്കും കേട്ടോ. അവരിങ്ങനെ തൊഴുത്തൊന്നുമില്ല അവിടെ. ഇപ്പം നമ്മളിവിടെയൊക്കെ തൊഴുത്തിലുള്ള പശുക്കളെയൊക്കെ വളർത്തുന്നത്. പശുവിനായാലും ആടിനായാലും അവർക്കൊക്കെ കൃത്യമായിട്ടൊരു കൂടുണ്ടല്ലേ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ എല്ലാവരെയും അഴിച്ചങ്ങോട്ട് വിടും. കഴുത്തിൽ വള്ളിയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അവരിങ്ങനെ അയച്ചു വിടും. അവർ പോയി തീറ്റൊക്കെ തിന്ന്. ഇപ്പോൾ ഈ കറക്കുന്നവരൊക്കെ ആണെങ്കിൽ, പാല് ഉള്ള കിടാക്കളാണെങ്കിൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഉച്ചയാകുമ്പോൾ അവർ തിരിച്ചു വരും. കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർ തിരിച്ച് കറക്റ്റ് ടൈമിലെത്തും. എന്നിട്ട് പിന്നെ പാല് കറന്നിട്ട് അവർ പിന്നെയും പോകും തിന്നാനായിട്ട്. എന്നിട്ടൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവർ റിട്ടേൺ വന്നിട്ട് അവർക്ക് കാടിവെള്ളം കൊടുക്കും കേട്ടോ ആൻറ്റി. കാടിവെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവിടെ കടന്നുറങ്ങും. അങ്ങനെയാട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് പശുക്കൾ 3-4 പശുക്കളും ഒക്കെ കാണാണ്ടായിട്ടോ. ഈ കടുവ പിടിച്ച് അങ്ങനെയൊക്കെ വന്ന് കുറേയൊക്കെ കാണാണ്ടായി. അങ്ങനെ വന്നിട്ട് കുറേത്തിനൊക്കെ വിറ്റു. അപ്പോൾ കുറച്ച് അവിടെ ഞങ്ങൾ വന്ന ടൈമിൽ അവിടെ ഒരു കുഞ്ഞ് കിടാവുണ്ട് കേട്ടോ. ഒരു 6 ദിവസം പ്രായമുള്ളൊരു കിടാവുണ്ട്. അപ്പോൾ അതിൻ്റെ അമ്മേനെ കാണാൻ പറ്റിയില്ല. വലിയ പശുക്കൾ വന്നിട്ടുണ്ടായുള്ളൂ. പക്ഷെ കിടാക്കളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ട് വരണത് കയറി വന്നതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാം നമുക്ക്. പിന്നെ അവിടെ കാടൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ വേറെ തൊട്ടടുത്തെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദൂരെ ആണ് വീടുകളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ കോഴി ഫാമൊക്കെ ആട്ടോ. ഇപ്പം നമ്മളവിടെ ചെന്നപ്പോൾ കോഴിയൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ താറാവുകളെ കണ്ടു. അവിടെ 3 പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടു. ആദ്യം ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്ന പൂച്ചയ്ക്ക് കുഞ്ഞുങ്ങളായിട്ടോ 3 നല്ല സുന്ദരി കുഞ്ഞുങ്ങൾ. എനിക്ക് കൊണ്ടുവരണമെന്നുണ്ടാവും, പക്ഷെ ഇവർ സമ്മതിച്ചില്ല. അതുവരെ കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ നമുക്ക്. അങ്ങനെ അതിനൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അവിടെ എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആന വരും. അവർക്ക് അതൊന്നും പേടിയില്ല. പക്ഷെ നമുക്കെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് ആന. എത്രയൊക്കെ കണ്ടിട്ടുണ്ട്. കാട്ടിലൊക്കെ നിൽക്കണം നമ്മളും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, എനിക്ക് പേടിയാണ്, അതാണ് കറക്റ്റ്. വേറെ ആൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല പേടിയാണ് എനിക്ക്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അവർക്ക് ശീലമായി. അവരെ വീണ്ടും ഫ്രണ്ടിലൊക്കെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പെരുന്നാളിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേണേ. പിന്നെ പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ മലയാറ്റൂർ വഴിയാട്ടോ പോയത്. മലയാറ്റൂർ തടാകമൊക്കെ കൂടിയിട്ടാണ് പോയത്. ആ ഒരു വഴി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താം. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ മതി. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നല്ല ടൈം എടുക്കും. ഇപ്പോൾ റോഡായാലും ശരിയാക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കത്തില്ല, പെട്ടെന്ന് പോയി വരാം. ആദ്യമൊക്കെ നല്ല ടൈം എടുക്കുമായിരുന്നു കേട്ടോ പോകാനൊക്കെ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കാളേനെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പണ്ടെന്നൊക്കെ പറയുമ്പോൾ കടുത്തുള്ള ടൈമാണ്, കടത്തെന്ന് പറയും കേട്ടോ. ഈ പുഴയിൽ വഞ്ചിയൊക്കെ ആയിട്ട് പോകാൻ സെറ്റപ്പില്ല, അതിനാണ് കടത്തെന്ന് പറയുന്നത്. കടത്തൊക്കെ ഉണ്ടാകുന്ന ടൈമിലെന്ന് പറയുമ്പോൾ കാളയൊക്കെ നീന്തുമല്ലോ. പശുക്കളായാലും നീന്തും, പട്ടികളും നീന്തും, എല്ലാ മൃഗങ്ങളും നീന്തും. അപ്പോൾ ഇവരെയും കൊണ്ടൊരു വെളുത്ത കാളയും കറുത്ത കാളയും ഇങ്ങനെ പറത്തും കേട്ട കഥ കേട്ടോ. അപ്പൂപ്പൻ പോയിട്ട് അവരവിടെ ആക്കി. അപ്പൂപ്പന് ഉഴുവലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കി ആൻറ്റിയുടെ വീട്ടിൽ കൊടുത്തു. അവിടെ എന്ന് പറയുമ്പോൾ കാട്ടിലൊക്കെ പോയി പശുക്കളൊക്കെ തിന്നാലോ. അങ്ങനെ കാളേനെ കൊണ്ടുപോയി കൊടുത്തു. അപ്പൂപ്പൻ ഇവിടെ വന്ന് അടുത്ത ദിവസമായപ്പോഴേക്കും കാളകൾ വീണ്ടും ഫ്രണ്ടിൽ വന്നു. കാരണം അവിടെ അയച്ചു വിടാണല്ലോ, കെട്ടിയൊന്നും ഇടത്തില്ലല്ലോ. അങ്ങനെ കാളകൾ തിരിച്ച് നീന്തി വീട്ടിലെത്തി. അവർ കടന്ന് അവർക്ക് പുഴ നീന്തി കിടക്കണേന് ആരുടെയും ചോദ്യം പറച്ചിലൊന്നും ഇല്ലല്ലോ.
അവരൊക്കെ കടന്ന് അവർ വീട്ടിലെത്തി. അടുത്ത ദിവസം രാവിലെ എനിക്ക് നോക്കുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ 2 കാളകൾ സുരക്ഷിതമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പം പറഞ്ഞ് ഞാൻ ചെടിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ദേ നമ്മളങ്ങനെ പോവാട്ടോ. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സൈഡിൽ കാണുന്നില്ലേ, ഇത് നമ്മുടെ മലയാറ്റൂർ തടാകം കേട്ടോ. നമ്മുടെ നക്ഷത്ര തടാകമില്ലേ, അതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചുറ്റും കാർണിവലിൻ്റെ ടൈമിൽ നക്ഷത്രം ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോണ വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഈ വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടോ അത്. നമുക്ക് ഓടിച്ച് പഠിക്കാനൊക്കെ പറ്റും കേട്ടോ. കാരണം നല്ല കാമായിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ. അങ്ങനെ ദേ നമ്മൾ പള്ളിയിലെത്തി. പള്ളിയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയും പെട്ടെന്ന് തീർന്നിരുന്നു. കുഞ്ഞു പള്ളിയാട്ടോ. ഇവിടെ കുറച്ച് ഇടവക്കാരുള്ളൂ, അതുകൊണ്ട് തന്നെ കുഞ്ഞു പള്ളിയാണേ. ഇത് തന്നെ നിന്റെ കണ്ണ് കാട്ടി കൊടുക്കട്ടെ. ഞങ്ങളെടുത്തു ഞങ്ങളെ അല്ലേ കുഞ്ഞാണ്. അതാരുടെ അടുത്ത് ഇരിക്കണേ? രസമുണ്ട് അതിന്റെ കണ്ണ്. ചാടി പോണു. ആണ് മാളു. അതിന്റെ പേരെന്താണ്? ലിയോ ചിക്കു. ലിയോ ലിയോ ചിക്കു ചിക്കു. ആരണ്ട് വിളിക്കണ്ടെന്ന്. മാളു ലിയോ ചിക്കു. ചിക്കു എങ്ങനെ തല്ലു പിടിപ്പിക്കാൻ നോക്കണതാ. നിന്റെ മക്കളെന്തേ? അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ കണ്ടതാട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികളുടെ അമ്മ. പിന്നെ ഇതേ താറാവുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ അവിടെ അവർക്ക് കോഴീനെ വളർത്തലുണ്ടെന്ന്. അപ്പോൾ ആ കാണുന്നതൊക്കെ ആട്ടോ കൂടുകൾ. അപ്പോൾ ഇപ്പോൾ വളർത്തലില്ല. അപ്പോൾ കൂടൊക്കെ വേക്കൻ്റായിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തൊടാനായിട്ട് ഞാൻ പറയില്ലേ, 6 ദിവസം പ്രായമുള്ളൊരു കിടാവുണ്ടെന്ന്. അതിനെ തൊടാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയൻ അടുത്തേക്ക് കൊണ്ടുവന്ന കേട്ടോ കാണുന്നത്. ചേട്ടന്മാരുടെ മക്കളാട്ടോ അത്. അപ്പോൾ ഇതേ കാട്ടിൽ പോയിട്ട് ഓരോരുത്തർ ഇതേ വന്നുണ്ട് കേട്ടോ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. ഇനി ഇവരെ വിടത്തില്ല കേട്ടോ, ഈ കുഞ്ഞുങ്ങളെ ഒന്നും വിടത്തില്ല കേട്ടോ. വലിയ പശുക്കളൊന്നും നമ്മൾ വന്നത് കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഇതേ ഇവരൊക്കെ ആൻറ്റി കെട്ടിയിടും. കെട്ടിയിട്ടിട്ട് ഇവർക്ക് വെള്ളം കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതേ പട്ടിക്കുട്ടൻ നോക്കിക്കണുണ്ടോ. അങ്ങനെ ഇതേ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോരാ കേട്ടോ. അപ്പോൾ ഇതേ കാണുന്ന വഴിയില്ലേ, അങ്ങോട്ട് പോകുന്ന വഴിക്കാട്ടോ അതിരപ്പള്ളിക്ക് പോണത്. നമ്മളൊരു ദിവസം കുറച്ച് ലേറ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോണ വഴിക്ക് നമ്മൾ കണ്ടത് കുറച്ച് ആൾക്കാരിങ്ങനെ ഒരു കാറിൽ എന്താ പറയുക, ഒരു ചേട്ടനുണ്ട്, ഒരു ചേച്ചിയുണ്ട്, ഒരു ഡ്രൈവറുണ്ട്. ടാക്സി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതിരപ്പള്ളിക്ക് പോണതാണ്. പാതിരാത്രിക്കാണ് അതിരപ്പള്ളിക്ക് പോണത്. അപ്പോൾ അന്നെന്ന് പറയുമ്പോൾ ആന ഇറങ്ങിയ ഒരു ടൈമായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ നൈറ്റ് പോണത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ മലയാറ്റൂർ വന്ന് സ്റ്റേ ഒക്കെ എടുത്തിട്ടോ. അങ്ങനെ അപ്പോൾ അതേ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ വണ്ടി റണ്ണിങ്ങിലായതുകൊണ്ട് തന്നെ വീഡിയോ നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ. വീഡിയോ നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. പിന്നെ റീൽ എടുക്കുന്നവർ, ഫോട്ടോ എടുക്കുന്നവർ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഈ വഴിക്കൊക്കെ ആയിട്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തടാകത്തിൽ വർത്തമാനം പറയാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഐസ്ക്രീമും ഉപ്പിലിട്ടതും ബജ്ജിയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ സ്കൂബിക്കുട്ടനെ കൊണ്ടാകത്തോണ്ട് തന്നെ അവന് കാറിലൊക്കെ കയറി ഒന്ന് AC ഒക്കെ കൊള്ളണം കേട്ടോ. അപ്പോൾ അവൻ അങ്ങനെ കയറി ഇന്ന് അവനെ കൊഞ്ചിക്കണതാട്ടോ കാണുന്നത്. അപ്പോൾ ഈ സാധനമില്ലേ, ഇത് നമ്മുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരും, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. കുറച്ച് വെളുത്തുള്ളിയും സവാളയും ക്യാരറ്റും തക്കാളിയൊക്കെ കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും മുളക് പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഒരു മുട്ടയും കൂടി ഒന്ന് ചിക്കിയെടുക്കുക. എന്നിട്ട് ഒരു തക്കാളി നമ്മളൊന്ന് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ചോറ് ആഡ് ചെയ്തിട്ട് ഈ തക്കാളിയുടെ ആ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. കറിയൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് ചോറ് ഒത്തിരി ബാക്കി വരുന്ന ടൈമിലൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം.
നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നതായിട്ട് ഇച്ചിരി കൂടെ നല്ലത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചിക്കൻ കറിയിലും പിന്നെ കട്ട്ലേറ്റിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ ഇതിനകത്തും ആഡ് ചെയ്ത് നോക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ. അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാമിലിക്ക് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ടാറ്റ. എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ടാറ്റ.